എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പുതിയതായിട്ടൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അതിനകത്തായിരിക്കും ഇനി മുതൽ നമ്മൾ ഇഷിതയുടെ, മഹേഷിന്റെയും, അബിയുടെയും, ജാനകിയുടെയും, വേദയുടെയും, വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ ഇടുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കണ്ടവര് ആ ചാനലിനകത്ത് കയറി കാണോട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ ഈ ആദർശിന്റെ തന്നെ വിശേഷത്തിന്റെ അടിയിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതും കൂടെ കയറി കാണണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, നയനയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുവാണ് തന്റെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നതിനെ കുറിച്ച്. പിന്നീട് നന്ദുവിനോട് വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആരായിരിക്കും തനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചേ? തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോ ആണ്. അപ്പൊ തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആരോ ആണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആരോ ഒരാളാണ്. ഒരു പക്ഷെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? വീട്ടിൽ നിന്ന് അങ്ങനെ അയക്കാനായിട്ട് ആരുമില്ല. നവ്യേച്ചയാണെങ്കിൽ തന്നോട് നേരെ പറഞ്ഞാൽ മതി. പിന്നെ ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും ഇളയമ്മയാണെങ്കിലും അങ്ങനെ ചെയ്യില്ല. മുത്തശ്ശിയും ചെയ്യത്തില്ല. പിന്നെ അമ്മേനെയാണ് ഒരു സംശയമുള്ള. അമ്മ അങ്ങനെ ചെയ്യുവോ? അമ്മയ്ക്ക് തന്നോട് ദേഷ്യമല്ലേ? അതൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടില്ല. ഈ സമയം അനാമിക ആകെ കട്ടക്കലിപ്പില് വീട്ടിലേക്ക് വിളിക്കുവാണ്. ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പത്തേന് രേവതി എടുത്ത്, എന്താ മോളെ, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. വിളിക്കാതിരിക്കുന്ന എങ്ങനെയാ എൻ്റെ അമ്മേ? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ കാര്യം പറ മോളെ, എന്താ അതിന് മാത്രം സംഭവിച്ചത് എന്താന്ന് ചോദിക്കും. ഇവിടെ വലിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ഒരുത്തി ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടല്ലോ, ആ നയനേന്ന് പറയുന്നവള്. അവൾ അവിടെ ചെന്നിട്ടാണ്ടേ ആ ജ്വല്ലറി മിക്കവാറും അവള് വിഴുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നേ. അതിനിപ്പോ എന്താ സംഭവിച്ചേ? അവള് ചെന്നപ്പോ തന്നെ ആ ഒരേ ഡിസൈനൊക്കെ ചെയ്ത് അതൊക്കെ മേടിച്ചിടാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവള് കോടീശ്വരി ആവുമെന്ന് പറയണ. എന്റെ മോളെ, നീ ഒരു കാര്യം ചെയ്യാ, നീ അനിയോട് പറഞ്ഞ് നീയും ജ്വല്ലറിയിലേക്ക് പോ. പിന്നെ അനിയോട് പറഞ്ഞ് ജ്വല്ലറിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നടക്കുന്ന കാര്യമാണോ? ഇവിടെ എല്ലാവരുടെ അനുമതി ഉണ്ടേ മാത്രം നടക്കുള്ളൂ. അവളെ ജ്വല്ലറിയിലേക്ക് വിടാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച ആരാന്നറിയാവോ? വെല്ലുമ്മയായിരുന്നു പറയണം. അല്ല മോളെ, അന്നെങ്കിൽ പിന്നെ നിനക്കൊരു കാര്യം ചെയ്താൽ പോരെ? നിനക്കൂടെ അങ്ങനെ അങ്ങ് പോയാലെന്താ കുഴപ്പം? അമ്മേ, അതിന് അനി സമ്മതിച്ചിട്ട് വേണ്ടേ? അവൻ 3 ജ്വല്ലറിയുടെ മേൽനോട്ടമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ആ ജ്വല്ലറിയുടെ പരിസരത്തേക്ക് പോലും കൊണ്ടുപോയില്ല. നീ അങ്ങോട്ടേക്ക് കയറി പറ്റണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അച്ഛൻ അവിടെ ഒന്ന് സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ. ഞാൻ നോക്കിയിട്ട് അതോ ഒരു വഴിയുള്ളെന്ന് പറയണം. എന്തെങ്കിലും ഉടനെ ചെയ്യണം. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ വീട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ വേണുവേട്ടനെ പറഞ്ഞു വിടാന്ന് പറയണം. പിന്നീട് വേണുവിൻ്റെ അടുത്ത് എന്നിട്ട് അനാമികയുടെ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകണല്ലോ. പോവാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മോൾക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത്. അതെ, തന്ത്രപരമായിട്ട് വേണം അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്. അറിയാലോ, ആ കിളവനും കിളവിയും ഉള്ളിടത്തോളം കാലം ഭയങ്കര ബുദ്ധിമതിയാ രണ്ടുപേരും കൂടെ. അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നയപരമായിട്ട് നീക്കിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും എത്തത്തില്ല. എങ്ങനെയെങ്കിലും അവളെ ജ്വല്ലറി കയറ്റണം. നമ്മുടെ മോളെ ജ്വല്ലറി കയറിയാൽ മാത്രമേ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുള്ളൂ. അവിടുന്ന് കുറച്ചൊക്കെ സ്വർണം അടിച്ചു മാറ്റണം. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, ഞാനും കൂടി ചെല്ലട്ടെ. ആ നയനെന്ന് പറയുന്നവൾക്ക് ജ്വല്ലറി മെയിൻ ഡിസൈനർ ആവുമെങ്കിൽ നമ്മുടെ മോൾക്ക് എന്തുകൊണ്ട് ജ്വല്ലറി പോയി കൂടാ? ഞാൻ ചെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊക്കെ എന്ന് പറയാണ്. പിന്നീട് വേണു പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയം ദേവേനി ഭയങ്കര സന്തോഷത്തിലാണ്. വൈകുന്നേരം അവര് കമ്പനിയിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേന് അവർക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം, 4 മണി പലഹാരങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കണേ? ഇന്ന് പഴംപൊരി ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിട്ട് മാവൊക്കെ കുഴയ്ക്കാനായിട്ട് തുടങ്ങണം. ആ സമയം ജലജ അങ്ങോട്ടേക്കൊന്നു, അല്ല എന്താ എടുത്തേ, അടുക്കള ഭയങ്കര പണിയാണല്ലോ. അത് പിന്നെ ഉണ്ടല്ലോ, അവര് വന്നു കഴിയുമ്പോഴത്തേന് അവർക്ക് കഴിക്കാനുള്ള പലഹാരം ഉണ്ടാക്കാനെന്ന് പറയണം. അല്ല ഇതെന്താ ഉണ്ടാക്കണേ? ഞാൻ പഴംപൊരി ഉണ്ടാക്കാന്ന് കരുതി. ഓ അങ്ങനെയല്ലേ, കൊള്ളാം. അല്ലെങ്കിലും ഏടത്തേക്ക് ഭയങ്കര കൈപ്പുണ്യമാണല്ലോ. ഇനിയിപ്പം മരുമോൾക്ക് വെറുതെ വന്നിരുന്നാ പോരെ, കൈയും കഴി ഇരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ പോരെ. അവളുടെയൊക്കെ ഒരു യോഗവേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് കമ്പനി ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ ജലജ, നമ്മളെല്ലാം കാണണമല്ലോ എന്ന് പറയാം. പിന്നെ വലിയ ജോലി പോലും അവിടെ പോയി കുത്തിയിരുന്ന് ഉറങ്ങുമായിരിക്കും, എന്നിട്ടാ വരുന്നേ. അങ്ങനെയല്ല, അവിടെ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലോ. മെയിൻ ഡിസൈനർ അല്ലേ, അപ്പൊ ഇഷ്ടം പോലെ ഡിസൈനൊക്കെ വരയ്ക്കണമല്ലോ എന്ന് പറയാം. പിന്നെ ഏട്ടത്തി എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാ ഞാനൊക്കെ ആയിരിക്കണം. എന്നെയൊന്നും ഇതിന് കിട്ടത്തില്ല. ഏട്ടത്തി എല്ലാം വെച്ച് വിളമ്പി കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നാളെ അവളെ ഏട്ടത്തിയുടെ തലയിൽ കയറി ഇറങ്ങുമെന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ആദർശിന് വേണ്ടിയിട്ടാ ജലജ ഇതൊക്കെ ചെയ്യുന്നേ. അല്ല നീ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഒപ്പിച്ച് അവിടെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഭാരം ഒന്നും ചുമക്കേണ്ട വരത്തില്ലോ എന്ന് പറയണം. ജലജേനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തേലും പോംവഴി ഉണ്ടോ നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ദേവേനി മാവ് കുഴയ്ക്കുകയാണ്.
ഈ സമയത്താണ് അനാമികയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അനാമികയുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനാമിക ഓടിച്ചെന്ന് അച്ഛാന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഇവിടെയൊക്കെ ഉള്ളവർ എന്തിയെന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നെ ആ നയനെ ആദർശമൊന്നുമില്ല, അനി ഒന്നും ഇല്ലെന്ന് പറയണം. അത് പിന്നെ എനിക്കറിയാം, അവരില്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയാം. അല്ല മോൾക്ക് സുഖമാണല്ലോ അല്ലേ? പക്ഷെ എനിക്ക് സുഖമാണെന്നോ? പരമാനന്ദ സുഖമല്ലേ ഇവിടെ? എനിക്ക് ഓർക്കുമ്പോൾ തല പെരുത്ത് കയറി വച്ചാന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നു. ആഹാ, ഇതാര് വേണു? വാ വന്നിരിക്കാൻ പറയാണ്. പിന്നീട് വേണു ഇരുന്നു. അല്ല എന്ത് പറ്റി ഈ വഴിയൊക്കെ? അതെ, മോളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാണ്. പിന്നെ മോള് വിളിച്ചിട്ട് പരാതി പറഞ്ഞു, അവൾ ഇവിടെ ഇരുന്ന് ആകെപ്പാടെ മുഷിഞ്ഞെന്ന്, അവൾക്ക് ഇവിടെ ആകെപ്പാടെ ബുദ്ധിമുട്ടാന്ന്, അതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ആഹാ, വേണുവോ? പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. അന്ന് രേവതിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ ചോദിക്കും. അത് പിന്നെ അവൾക്ക് തീരെ വയ്യായിരുന്നു, അതുകൂട്ടാ കൂട്ടിക്കൊണ്ട് വരാത്തെന്ന് പറയാം. അല്ല, അന്ന് ഏതാണ്ട് രാത്രി കയറി വീട് കയറി ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവരാരെന്നൊക്കെ വല്ലതും തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോലീസുകാർ ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നതല്ലാതെ. അല്ല, എന്തൊക്കെയോ വലിയ പിടിപാടുകളൊക്കെ ഉണ്ടെന്നല്ല അനാമിക പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്നും നീങ്ങാൻ വരായിരുന്നോ? അതൊക്കെ പറഞ്ഞതാ, പക്ഷെ അവര് ഹെൽമെറ്റ് വെച്ച് വന്നോണ്ട് ആരാന്ന് ഇതിനായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സമയം ജാനകി പറഞ്ഞു, അത് മറ്റാരാ? ആ നന്ദും അവളുടെ ഫ്രണ്ട്സും ആയിരിക്കും എന്ന് പറയണേ. ഇത് കേട്ടതും വേണു പറഞ്ഞു, മിക്കവാറും അതായിരിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിനും പോവാത്ത, കേസിനും വക്കാണത്തിനും പോവാത്ത. ഒരു പക്ഷെ അവരാണെങ്കിൽ പിന്നെ നമ്മൾ കേസ് ആയിട്ട് മുന്നോട്ട് പോയതിന് ശേഷം ഇനിയിപ്പം അവളെ എങ്ങാനും ഇനിയിപ്പം പോലീസ് പിടിച്ചോണ്ട് പോയാലോ, അതുകൊണ്ടൊക്കെ ഞാനൊന്നും വേണ്ടെന്ന് വെച്ചത്. ഇവിടെ 2 ചേട്ടത്തിമാരുണ്ടല്ലോ അവളുടെ, അതുകൊണ്ടൊക്കെയാന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് തടി വരുവാണ്. അല്ലാതെ കേസ് കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നറിയാം. തങ്ങളുടെ കള്ളക്കളികളൊക്കെ നവ്യ വിളിച്ചു പറയുന്നുള്ള കാര്യം അറിയാം. അപ്പോഴേക്കാണ് നവ്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആഹാ, ഇതാരാന്നൊക്കെ ചോദിച്ചാൽ നവ്യ അങ്ങോട്ട് നിൽക്കുകയാണ്. നവ്യയുടെ മുഖത്ത് നോക്കാൻ തന്നെ വേണൊരു മടിയുണ്ടായിരുന്നു. കാരണം തന്നെ മോളുടെ തന്റെ ഭാര്യയുടെ ഒക്കെ കള്ളക്കളികൾ പിടിച്ചെടുത്തവളാ അവള്. പിന്നീട് അനാമയോട് അനാമി ഇങ്ങനെ നിൽക്കുന്നത്, അച്ഛനുള്ള ചായ പോലും കൊടുക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു, അതൊക്കെ എനിക്ക് എടുത്തു കൊടുക്കാൻ അറിയാമെന്ന് പറയണം. അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു, ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറയണേ, ചായ എടുത്തോണ്ട് വരാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേണു പറഞ്ഞു, വേണ്ട, ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാ വന്നേന്ന് പറയണേ. അത് കുഴപ്പമില്ല, ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കാതെ എങ്ങനെയാ പോകുന്നേ? ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഞാനേ ആദർശൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേനും അവർക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറയണേ. ഇത് കേട്ടപ്പം അനാമ പറഞ്ഞു, അതെ അച്ഛാ, ഇപ്പൊ വല്യമ്മയാണെങ്കിൽ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കും, ഫുഡ് ഫുള്ള് വല്യമ്മ ഉണ്ടാക്കുന്നേ. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, അത് നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ പേടിക്കണ്ടല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് അനാമി പറഞ്ഞു, അത് ശരിയാച്ചാ, പേടിക്കാതെ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ തന്നെ എപ്പോഴാ വിഷം ചേർക്കണേന്ന് പറയാൻ പറ്റില്ലായിരുന്നു, അവളല്ലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ നയനേന്ന് പറയുന്നവള്. ഇപ്പൊ വല്യമ്മ ആയതുകൊണ്ട് ആ ഒരു കുഴപ്പമില്ല, വല്യമ്മ അതുകൊണ്ട് തന്നെ അടുക്കള കയറിയിരിക്കുന്നേ, പേടിക്കാതെ ഫുഡ് കഴിക്കാലോന്ന് ഓർത്തിട്ട്. ആ സമയം ദേവേന് മനസ്സിൽ പറയാം, അതുകൊണ്ടല്ലടി എന്റെ മരുമകളെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ, പാവം അവളെ ഇഷ്ടം കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ അടുക്കള കയറി ജോലി ചെയ്യുന്നേ, നീയൊക്കെ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. പിന്നീട് ദേവേനെ അടുക്കളയിലേക്ക് പോയി ചായയൊക്കെ ഇടുവാണ്. ചായയൊക്കെ ഇട്ടുകൊണ്ട് അന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുക. ആ തക്കം നോക്കി എന്ത് ചെയ്യണം, ചലച്ച പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മാവ് കുഴച്ച് വെച്ചേക്കുക പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ആഹാ, അങ്ങനെയാണ് ഇന്ന് കൊടുക്കാം, അവൾക്കിട്ടൊരു പണി കൊടുക്കണം, അവളുടെ വയറ് കേടാക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കരുതി നോക്കിക്കഴിയുമ്പോഴത്തേനും അവിടെ പൊടി ഇരിക്കുന്നുണ്ട്. ഈ പൊടി കുറച്ച് ഇടാന്നും പറഞ്ഞുകൊണ്ട് അവിടെ വിമ്മിന്റെ കുറച്ച് പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് കലക്കുവാണ്. ഇന്ന് അവളുടെ വയറ് കേടാക്കി തന്നെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അമ്മായിമ്മ മരുമോളും തമ്മിൽ ഉങ്കം വഴക്കുണ്ടായിക്കോളും. മരുമോള് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മായിമ്മ എന്തോ കലക്കി ചേർത്ത് കൊടുത്താന്നാ വിചാരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ കണ്ട് രസിക്കാനും നല്ല രസമുണ്ടല്ലോ, അത് വിചാരിച്ച് അതും കൂടെ മാവിനകത്തേക്ക് കലക്കുവാണ്. കലക്കി അങ്ങോട്ടേക്ക് വെച്ചു. അങ്ങനെ കലക്കി വെച്ചതിനും ദേവേനെ അങ്ങോട്ട് വരുന്നത്. ദേവേനെ കണ്ടത്, ഓഹോ, അപ്പൊ ഇവൾ എന്തോ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ചായ വേണുവിന് കൊടുത്തിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴും ദേവേനെ പെട്ടെന്ന് അവിടെ മറിഞ്ഞു നോക്കി കഴിയുമ്പത്തിന് കലക്കുന്ന കണ്ടു. തനിക്കിട്ടുള്ള പണിയാ തരുന്നേ, അന്നെങ്കിൽ ഇവൾക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, ജലജ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ദേവേനെ അങ്ങോട്ടേക്ക് മാറിയിട്ട് വന്നിട്ട് ആ മാവ് അങ്ങോട്ട് മാറ്റി, എന്നിട്ട് വേറെ മാവ് എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുക. പക്ഷെ ഇത് ജലജ അറിയുന്നുണ്ടായിരുന്നില്ല. ജലജയുടെ വിചാരം എന്താ, ആ പഴംപൊരിക്കകത്ത് അത് കലക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ അവളുടെ വയറ് കേടാവുന്നൊരു വിചാരിച്ച ജലജ ഇരിക്കുന്നേ. പിന്നീട് വേണു അവിടെ നിന്ന് ജാനകിയോട് സംസാരിക്കുകയാണ്. അതെ, മോൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പകലൊക്കെയാണല്ലോ അവളിങ്ങനെ തന്നെ വെറുതെ ഇരിക്കണ്ടേ, ഇവിടെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അനിയോടും കൂടെ
അനിയോട് പറ അവളെയും കൂടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകാൻ പറയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അല്ല ജ്വല്ലറി ചെന്നിട്ട് ഇപ്പൊ അനാമിക മോൾക്ക് എന്താ പ്രത്യേകിച്ച് പണി? വല്ല പണിയൊന്നും ഇല്ലല്ലോ, അവൾക്ക് അവിടെ അനിയുടെ കൂടെ ചെലവഴിക്കാലോ. അനിയുടെ കൂടെ എനിക്കാണെങ്കിൽ അല്ലേ തന്നെ മോളെ ഇഷ്ടമില്ല. ഇപ്പൊ അനിയുടെ കൂടെ പോയി ഇരിക്കുവാണെങ്കിൽ എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുവാണെങ്കിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യത്തിലാണ് ഇവൾക്കും വിദ്യാഭ്യാസമൊക്കെ ഉള്ളല്ലേ എന്ന് പറയാണ്. പെട്ടെന്ന് ജാനകി പറഞ്ഞു, അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. ആ തീരുമാനം എടുക്കണമെങ്കിൽ അത് ഇവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നാന്ന് പറയാണ്. ഇത് കേട്ടതും വേണു പറഞ്ഞു, അവരോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാന്ന് പറയാണ്. ജാനകി പറഞ്ഞു, അനി വരട്ടെ, അനിയോട് ഞാൻ പറയാം ഇനി മുതൽ മോളെയും കൂടെ ജ്വല്ലറിക്ക് കൊണ്ടുപോകുന്ന കാര്യം. അല്ലെങ്കിലും അവൾ ആ നയനെന്ന് പറയുന്നവള് പോയിട്ടുണ്ട്. അവൾക്ക് ഇപ്പൊ പരമാനന്ദ സുഖമല്ലേ ഇവിടെ, ജോലിയൊന്നും ചെയ്യണ്ട, പോയിരുന്നാ മതിയല്ലോ. പക്ഷെ അനാമിക മോളെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വന്നു കഴിയുമ്പോൾ ഞാൻ പറയാന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് വേണു അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നയനയും കൂടെ വരുവാണ്. അപ്പൊ ആദർശം നയനോട് പറഞ്ഞു, അമ്മ നമുക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, കാര്യമായിട്ടായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പുറത്തുനിന്ന് ചായ പോലും കുടിക്കണ്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞെന്ന് പറയാ. നയന പറഞ്ഞ അത് ശരി തന്നെയാ, പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ നല്ല കഷ്ടപ്പാടുണ്ട്. പാവം അമ്മ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അമ്മ ഈ അടുക്കള കിടന്ന് നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്. എനിക്കറിയാലോ, ഞാൻ ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ ഇതൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന് പറയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, അതെ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാന്ന് പറയാണ്. അങ്ങനെ നയനെ ആദർശം കൂടെ മുറിയിലേക്ക് പോയി കൈ കൈ മുഖമൊക്കെ കഴിയിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ദേവയാനി ചായ എടുത്തു വെച്ചു. അങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങുവാണ് നയനെ ആദർശം. ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കുടിക്കടി കുടിക്ക്, കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടോ നിനക്കിട്ടുള്ള പണി കിട്ടുമെന്ന് പറയാണ്. അങ്ങനെ നയന് ചായ കുടിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന ജലജയ്ക്ക് അറിയത്തില്ലല്ലോ പണി കിട്ടാൻ പോകുന്ന ജലജയ്ക്കായിരിക്കുമെന്ന്. അങ്ങനെ ആ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നയനെ അങ്ങോട്ട് പോയി. പിന്നീട് ഉണ്ടാക്കിയ പഴംപൊരി ദേവേനെ എന്ത് ചെയ്തു, ആ ജലജ ഉണ്ടാക്കിയ മാവിനകത്ത്, അതിനകത്ത് ആ കുറച്ച് മാവ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അതിനകത്ത് ആ പൊടി കലർത്തിയ മാവ്, ആ മാവ് വെച്ചുണ്ടാക്കി ജലജയ്ക്കിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പൊ ജലജയ്ക്കിട്ട് നല്ല പണി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ജലജയുടെ വയറ് കേടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്